തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം സർക്കാരിന് നടത്താമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ അംഗീകരിച്ചു. 8 മുനിസിപ്പാലിറ്റികളും ഒരു പഞ്ചായത്തിനും ഡീലിമിറ്റേഷൻ പരിധിയിൽ കൊണ്ടുവരാമെന്ന ഉത്തരവ്. ഷബന സിയാദുണ്ട്. ഷബന, വിവരങ്ങൾ. മലബാർ മേഖലയിലെ 8 നഗരസഭകളിലെയും ഒരു പഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചിട്ടുള്ളത്. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഇത്തരത്തിലൊരു നടപടി. പാനൂർ, മട്ടന്നൂർ, മുക്കം, പയ്യോളി, ഫറോക്ക്, കൊടുവള്ളി, ശ്രീകണ്ഠാപുരം, പട്ടാമ്പി നഗരസഭകളിലെയും അതുപോലെ പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡുകൾ വിഭജിച്ച് സീറ്റുകൾ വർദ്ധിപ്പിച്ച നടപടിയായിരുന്നു സിംഗിൾ ബെഞ്ച് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കിയത്. എന്നാൽ സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് അത് അനുവദിച്ചിരിക്കുന്നു. 2011 ജനസംഖ്യ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ 2015 വാർഡ് വിഭജനം നടത്തിയ ഇടങ്ങളിൽ വീണ്ടും അതേ സെൻസസ് ആധാരമാക്കിയുള്ള പുനർനിർണയം മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് രാജ് നിയമങ്ങളുടെ വകുപ്പ് 6(2) ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇത് റദ്ദാക്കാനുള്ള കാരണമായി പറഞ്ഞിട്ടുള്ളത് സർക്കാർ തന്നെ കോടതിയെ അറിയിച്ചത് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ വാർഡ് പുനർവിഭജനം നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അനുവദിക്കണം എന്ന ആവശ്യം സർക്കാർ ഉന്നയിച്ചു. ഡിവിഷൻ ബെഞ്ച് ഏതായാലും അംഗീകരിച്ചിരിക്കുന്നു. വാർഡ് വിഭജനം അശാസ്ത്രീയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് UDF പ്രവർത്തകർ നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ച് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. എന്തായാലും ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ സർക്കാരിന്റെ അപ്പീൽ അനുവദിച്ചിരിക്കുന്നു. ശരി, ഷബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.